നമ്മളിന്ന് വിശദമായിട്ട് നോക്കുവാൻ പോകുന്ന ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിലെ ഓരോന്നിൻ്റെയും ഓരോ പോർഷൻസിൻ്റെയും വളരെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം അല്ല, പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം 2 കമ്പ്യൂട്ടറെങ്കിലും വേണം, 2 അതിലധികമോ എത്ര വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടറുകൾ പരസ്പരം ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് അതിനകത്തിലേക്ക് ഡേറ്റ നമുക്ക് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ വിധത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് ആണ് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമത്തത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് റിസോഴ്സ് ഷെയറിംഗ്, മൂന്നാമത്തത് റിലയബിലിറ്റി, നാലാമത്തത് സ്കെയിലബിലിറ്റി, അഞ്ചാമത്തത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. ഷെയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഫയലുകളോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടറിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ സേവനം മറ്റ് കമ്പ്യൂട്ടറുകൾക്ക് കൂടി ലഭ്യമാക്കാം. ഓരോ കമ്പ്യൂട്ടറിലും പ്രിൻ്റർ വാങ്ങിക്കാതെ തന്നെ അത് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ വിശ്വസനീയത എന്നാണ് അർത്ഥം. എന്തെങ്കിലും കാരണവശാൽ ഒരു കമ്പ്യൂട്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിലെ ഡാറ്റ നഷ്ടപ്പെട്ടു പോവുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ അതിൻ്റെ കോപ്പി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുമുള്ള കോപ്പി നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഇനി സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര കമ്പ്യൂട്ടറുകൾ വേണമെങ്കിലും നമുക്ക് ഈ നെറ്റ്വർക്കിലേക്ക് ചേർക്കാം. അങ്ങനെ ചേർക്കും തോറും ഈ നെറ്റ്വർക്കിൻ്റെ ശക്തി നമുക്ക് കൂട്ടാം. അതാണ് സ്കെയിലബിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അതായത് വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ പെർഫോമൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറിനുള്ള ഗുണങ്ങൾ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ മറ്റ് കമ്പ്യൂട്ടറുകൾക്കും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 1-2 ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു പ്രത്യേക യൂണിറ്റ് ടൈമിൽ എത്ര ഡേറ്റ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. മിക്കവാറും ഇത് ബിറ്റ് പെർ സെക്കൻഡിലായിരിക്കും അല്ലെങ്കിൽ ബൈറ്റ് പെർ സെക്കൻഡിലായിരിക്കും പറയുന്നത്. ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ബൈറ്റ്സ് പെർ സെക്കൻഡ്. ഇപ്പോൾ ഒരു റോഡിലൂടെ, അത് റോഡിൻ്റെ വീതി കൂടുന്നതോറും നമുക്കറിയാം റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണെങ്കിൽ കൂടുതൽ ഡേറ്റ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, ഒരേ സമയം തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമായിട്ടുള്ള സിഗ്നലുകൾ. നമ്മളിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ്, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അൺവാണ്ടഡ് സിഗ്നലൂടെ നമ്മുടെ സിഗ്നലിനോടൊപ്പം ചേർന്ന് വരാറുണ്ട്. അതിനെയാണ് പറയുന്നത് നോയ്സ്, അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇനി എന്താണ് ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്കൂളിൽ ചേരുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്കിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ പേര് നോഡ് എന്ന് ആണ് പറയുന്നത്. എ ഡിവൈസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് എ നോഡ്. അതിനെ ഓരോന്നിനെയും നമ്മൾ അറിയപ്പെടുന്നത് നോഡ് എന്ന രീതിയിലാണ്. ഇനി എന്താണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 ഡിവൈസസ് ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? അപ്പോൾ ഒരു അയക്കുന്ന ഒരാൾ കാണും, ഒരു സെൻഡർ കാണും. ഒരു കത്തയക്കുന്ന കാര്യം ആലോചിച്ചാൽ ഒരു സെൻഡർ കാണും, നമ്മൾ അയക്കുന്ന മെസ്സേജ് കാണും, അത് റിസീവ് ചെയ്യുന്ന ഒരു റിസീവർ കാണും, അത് സഞ്ചരിക്കുന്ന ഒരു മീഡിയം, ഒരു മാധ്യമം കാണും, അതുപോലെ അത് പാലിക്കേണ്ട നിയമങ്ങൾ, അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് അതിനകത്തിൽ വരേണ്ടത്. ഇനിയും എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ? കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് പോലെയാണ്.
ദ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ്, സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് അത് സഞ്ചരിക്കുന്ന ആ പാതയെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ചിലപ്പോൾ അതൊരു വയറായിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് മീഡിയ ആയിരിക്കാം, എന്തെങ്കിലും ആവാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഗൈഡഡ് മീഡിയ, ഒന്ന് അൺഗൈഡഡ് മീഡിയ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡേറ്റ കൊണ്ടുപോകണമെങ്കിൽ അതൊരു കേബിളിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഗൈഡഡ് മീഡിയ എന്ന് പറയും. അൺഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു കേബിളിൻ്റെ യൂസേജ് ഇല്ല. വയർലെസ് സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും അൺഗൈഡഡ് മീഡിയയ്ക്കകത്തിൽ വരുന്നത്. നമുക്ക് ഓരോന്നും ഒന്ന് നോക്കാം. ഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സം ഫിസിക്കൽ മീഡിയ സച്ച് ആസ് എ മെറ്റൽ വയർ ഓർ ഒപ്റ്റിക്കൽ കേബിൾ. ഒരു കേബിളിൻ്റെയോ ഒരു വയറിൻ്റെയോ സഹായത്തോടുകൂടിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗൈഡഡ് മീഡിയ രണ്ട് ടൈപ്പാണ്. അതിനകത്ത് ട്വിസ്റ്റഡ് പെയർ കേബിളുണ്ട്. ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഒന്ന് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ അത് DNA മോളിക്യൂളിൻ്റെ ഷേപ്പിലാണത്. ആ രണ്ട് കേബിളുകളും ഉള്ളത്. അതിൽ രണ്ട് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് കാണും. അത് ട്വിസ്റ്റഡ് ടുഗദർ. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്, തിന്നാണ്, ഫ്ലെക്സിബിളാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജാണ് UTP, അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഇനി STP എന്ന് പറയുമ്പോൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അതിൽ നോയ്സ് വളരെ കുറവാണ്, ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. മറ്റ് മീഡിയയെക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ കൊയാക്സിയൽ കേബിൾ. കൊയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു മെറ്റാലിക് കോറ് കാണും. അതിനെ ചുറ്റി ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ കാണും. അതിൻ്റെ ചുറ്റിനും വീണ്ടും ഒരു കണ്ടക്ടർ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ ഈ കേബിളിൻ്റെ വയർ, നമ്മൾ TV-യിലേക്ക് വരുന്ന കേബിളിൻ്റെ വയറൊന്നും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം കേബിളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്, ഫ്ലെക്സിബിലിറ്റി കുറവാണ്, പിന്നെ ഇൻസുലേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. കൊയാക്സിയൽ കേബിളാണ്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതൽ. ഇതാണ് ഏറ്റവും വലിയ ഗുണം. ഇനിയും ഇത് കൂടാതെ, ഇതാണ് കേബിൾസ്, ആ ടൈപ്പേ ഉള്ളൂ. ഇനിയും വേറൊരു ടൈപ്പ് കൂടെ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡാറ്റ എല്ലാം ലൈറ്റായിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിഗ്നൽസിനെ എല്ലാം ലൈറ്റാക്കി മാറ്റും. എന്നിട്ട് ആ ലൈറ്റിനെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പുറത്തെ എൻഡിൽ ആ ലൈറ്റിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. അപ്പോൾ ലേസർ ഈസ് എക്സ്പെൻസീവ്. അത് വളരെ എക്സ്പെൻസീവാണ്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. വളരെ എളുപ്പം അത് ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയലാണ്. ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അത് അത് പിന്നെ കേടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ അത് ഇൻ്റർകണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തത്, അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ. ഇതെല്ലാം കേബിൾ ത്രൂ ഡയറക്റ്റ് കേബിളാണ്. ഇനി അൺഗൈഡഡ് മീഡിയ. അൺഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു കേബിളിങ്ങും ഇല്ല അവിടെ. അപ്പോൾ അത്തരം എയറിലൂടെയാണ് അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതിലൊന്നാമത്തതാണ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറേ ട്രാൻസ്മിഷൻ നടത്തുന്നത്. അത് വളരെ ചെറിയ ദൂരത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസിനും ഉപയോഗിക്കാം റേഡിയോ വേവ്സ്.
ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനെയും തുളച്ചു കയറാനുള്ള ശേഷിയുണ്ട്, പെനിട്രേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. സാധാരണ ഗതിയിൽ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ മതിലിനെ തുളച്ച് അപ്പുറത്ത് എത്താനുള്ള ശേഷി ചില വേവ്സിന് ഇല്ല, പക്ഷെ റേഡിയോ വേവ്സിന് അത് ഉണ്ട്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നോട്ട് എ ലൈൻ ഓഫ് സൈറ്റ്, അതായത് ഒരേ നേരെ മാത്രം സഞ്ചരിക്കുക, അങ്ങനെയുള്ളൊരു പ്രശ്നം അതിന് ഇല്ല. ഇൻഎക്സ്പെൻസീവാണ്, വയർഡ് ഡയറ്റ് മീഡിയയെക്കാട്ടും എക്സ്പെൻസ് കുറവാണ്. അത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും, മറ്റ് ഓബ്ജക്റ്റുകളിലെ അത് തുളച്ചു കയറാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയേണ്ട പോയിന്റ്സ്. ഇനി റേഡിയോ ട്രാൻസ്മിഷനിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ബ്ലൂടൂത്ത്. അതിനകത്ത് വരുന്നതാണ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് നിങ്ങൾക്കറിയാം, ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു 10 മീറ്റർ വരെയൊക്കെ പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. വൈഫൈ എന്ന് പറയുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് 54 Mbps വരെയൊക്കെ പറ്റും. ഒരുപാട് ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും. ആണ് വൈഫൈ നിങ്ങൾക്ക് അറിയാം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബ്ലൂടൂത്ത് കഴിഞ്ഞിട്ട് വൈഫൈ കഴിഞ്ഞിട്ട് അടുത്തത് വൈമാക്സ് എന്ന് പറഞ്ഞാൽ വൈഫൈയുടെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. ഒരു സിറ്റി മുഴുവൻ ഉള്ള ഒരു കണക്ടിവിറ്റിയാണ് വൈമാക്സ് എന്ന് പറയുന്നത്. അതായത് വയർലെസ് ബ്രോഡ്ബാൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സത്യത്തിൽ. അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് വൈമാക്സ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ്, ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം കണക്ട് ചെയ്യാം. 45 കിലോമീറ്റർ വരെയോളം അതിന് റേഞ്ച് കിട്ടും. ട്രാൻസ്മിഷൻ സ്പീഡ് വളരെ കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്ത സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതിനും നമ്മൾ റേഡിയോ ആണ് ഉപയോഗിക്കുന്നത്. സാറ്റലൈറ്റ് വഴിയാകുമ്പോൾ നിങ്ങൾക്ക് സാറ്റലൈറ്റിലൊരു പ്രത്യേക ഉപകരണമുണ്ട്, ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട്. ആ ട്രാൻസ്പോണ്ടറിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സിഗ്നല്, അതിനെ നമ്മൾ പറയുന്നത് അപ്ലിങ്കിങ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പോണ്ടർ സ്വീകരിക്കും, എന്നിട്ട് എവിടേക്കാണോ അയക്കേണ്ടത് അവിടേക്കത് ഡൗൺ ലിങ്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 2 ജോലികളും ചെയ്യുന്ന ആ പ്രത്യേക ഡിവൈസാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്. അതാണ് സാറ്റലൈറ്റിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് അയക്കേണ്ട സിഗ്നൽ ആദ്യം സാറ്റലൈറ്റിലേക്ക് അയക്കുമ്പോൾ ആ ട്രാൻസ്പോണ്ടറാണ് ആ സിഗ്നൽ റിസീവ് ചെയ്തതിന് ശേഷം എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കിയതിന് ശേഷം അത് ഡൗൺ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അപ്പ് ലിങ്കിങ്ങും ഡൗൺ ലിങ്കിങ്ങും ഇത് രണ്ടും ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്പോണ്ടർ. ഇനി സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ്റെ ഗുണം എന്താണ്? നമ്മളുടെ ഏത് ഏരിയ വേണമെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങളിൽ പോലും ഇത് സാറ്റലൈറ്റ് കവറേജ് സാധ്യമാണ്. ഇതിന് പ്രത്യേകം ലൈസൻസ് വേണം, ഇത് ചെലവ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മൈക്രോവേവ് എന്ന് പറയുമ്പോൾ അത് നേർരേഖയിൽ മാത്രമേ അത് സഞ്ചരിക്കത്തുള്ളൂ. അതിന് ആൻറ്റിനയും വേണം, അതുപോലെ തന്നെ റിസീവറും വേണം, ട്രാൻസ്മിറ്ററും റിസീവറും വേണം. അപ്പോൾ എന്താണ് മൈക്രോവേവിൻ്റെ ട്രാൻസ്മിഷൻ അഡ്വാൻറ്റേജ് എന്താണ്? അത് വയേർഡ് മീഡിയയെക്കാട്ടിലും ഇൻഎക്സ്പെൻസീവ് ആണ്, ചിലവ് കുറവാണ്. ട്രാൻസ്മിഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, എപ്പോഴും നേർരേഖയിൽ മാത്രമേ അതിൻ്റെ സിഗ്നൽസ് സഞ്ചരിക്കത്തുള്ളൂ. ഈസി കമ്മ്യൂണിക്കേഷൻ ഓവർ ഡിഫിക്കൽട്ട് ഏരിയാസ്, ബുദ്ധിമുട്ടുള്ള ഏരിയയിലൊക്കെ നേർരേഖ സഞ്ചരിപ്പിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കത് ഉപയോഗിക്കാം, മൈക്രോവേവ്സ് ഉപയോഗിക്കാം. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടി വിയിലൊക്കെ ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോൾ ഒക്കെ ഉപയോഗിക്കുന്ന സിഗ്നലാണ് ഇൻഫ്രാറെഡ്. അത് നിങ്ങൾക്കറിയാം, അതിൻ്റെയൊക്കെ റേഞ്ച് വളരെ ലിമിറ്റഡ് ദൂരം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഇൻഫ്രാറെഡിൻ്റെ ഗുണങ്ങളും അത് തന്നെയാണ്. അത് ലൈൻ ഓഫ് സൈറ്റ് ആണ്, നേർരേഖയിൽ തന്നെ അത് പ്രവർത്തിക്കത്തുള്ളൂ. 2 ഡിവൈസുകൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി എന്താണ് RJ45? ആ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം.
UTP കേബിളുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജാക്കറ്റാണ് RJ45. അതായത് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജാക്കാണ് RJ45. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനിയും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് NIC ആണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതില്ലാത്ത ഒരു കമ്പ്യൂട്ടറിലും നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അടുത്തത് ഹബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നെറ്റ്വർക്കിലെ തന്നെ വിവിധ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഹബ്ബ് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹബ്ബാണ്. അതായത് പ്രോഗ്രാംഡ് ഹബ്ബിനെ പറയുന്ന പേരാണ് സ്വിച്ച്. അത് കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആണ്. അതിന് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ഇൻ്റലിജൻസോട് കൂടി അത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നേരം ഒരു സിഗ്നൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ആ സിഗ്നലിൻ്റെ ശക്തി കുറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സിഗ്നലിൻ്റെ ശക്തി കൂട്ടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ആംപ്ലിഫയറിനെ പറയുന്ന പേരാണ് റിപ്പീറ്റർ. ആ സിഗ്നൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആംപ്ലിഫയറിനെ പറയുന്ന പേരാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? ഒരേ നെറ്റ്വർക്ക്, ഒരേ ടൈപ്പ് നെറ്റ്വർക്കിൻ്റെ തന്നെ പല ഭാഗങ്ങൾ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. ഇനി റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് നെറ്റ്വർക്കാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്നത് സെയിം പ്രോട്ടോക്കോളാണ്. അങ്ങനെ സെയിം പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റൂട്ടർ. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ they are used to interconnect two different networks with different protocol. ഒരേ നെറ്റ്വർക്കിൻ്റെ തന്നെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരേ നെറ്റ്വർക്ക് തന്നെ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. സിമിലർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. റൂട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് നെറ്റ്വർക്കാണ്, പക്ഷേ എങ്കിലും അത് ഉപയോഗിക്കുന്ന നിയമം, റൂൾസ്, പ്രോട്ടോകോൾ സെയിം ആണ്. അപ്പോൾ സെയിം പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാനാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് നെറ്റ്വർക്കാണ്, ഡിഫറൻറ്റ് പ്രോട്ടോകോൾസുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഗേറ്റ് വേ ഇത് ശ്രദ്ധിച്ചോണം. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ അത് ചോദിക്കും. ഇനി എന്താണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ്? ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ഡാറ്റ തുടങ്ങുകയും ഡാറ്റ എൻഡ് ചെയ്യുകയും അതിന് ടെർമിനലായിട്ട് നിൽക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിനെയാണ് പറയുന്നത് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ്. അതിലൊന്നാമത്താണ് മോഡം. മോഡം എന്താണെന്ന് നിങ്ങൾക്കറിയാം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നുള്ള ഷോർട്ട് ഫോമാണ് മോഡം. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുകയും തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കുകയും രണ്ട് ജോലിയും ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് മോഡം. അതായത് ടെലിഫോൺ ലൈനിലൂടെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അനലോഗ് സിഗ്നലായിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഡിജിറ്റലാണ്. അപ്പോൾ ഡിജിറ്റലിനെ അനലോഗ് ആക്കി മാറ്റണം. അപ്പുറത്തെ എൻഡിൽ വീണ്ടും ഒരു കമ്പ്യൂട്ടറിലേക്കാണ് ഡാറ്റ എത്തുന്നത്. അപ്പോൾ വീണ്ടും അവിടെ അനലോഗായിട്ട് വരുന്ന ഈ സിഗ്നലിനെ വീണ്ടും അത് ഡിജിറ്റലാക്കി മാറ്റുക. ഈ രണ്ട് ജോലിയും ചെയ്യുന്ന കമ്പ്യൂട്ടറിനോട് ചേർന്ന് നിന്നുകൊണ്ട് മോഡുലേഷനും ഡീമോഡുലേഷനും ചെയ്യുന്ന ഈ എക്യുപ്മെന്റിന്റെ പേരാണ് മോഡം. ഇനി എന്താണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്? മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചാനലിലൂടെ ഒരുപാട് സിഗ്നലുകൾ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് നമ്മൾ മൾട്ടിപ്ലക്സർ. ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ ഒരു ചാനലിലൂടെ വന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ആക്കി മാറ്റുന്ന എക്യുപ്മെൻ്റ് ആണ് ഡീമൾട്ടിപ്ലക്സർ.
ഇപ്പോൾ മൾട്ടിപ്ലക്സറും മൾട്ടിപ്ലക്സറിന് നേരെ ഓപ്പോസിറ്റാണ് ഡീമൾട്ടിപ്ലക്സർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ടെർമിനൽ എക്യുപ്മെന്റ്സ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ടോപ്പോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ ഫിസിക്കലി ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത്, ദ വേ ഇൻ വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് ഫിസിക്കലി ഇന്റർകണക്റ്റഡ് എന്ന് പറയുന്നതാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഫിസിക്കൽ ഇന്റർകണക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറിനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ആദ്യത്തെയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ നമുക്കൊരു കേബിൾ ഉണ്ട്, ഒരു ഫുൾ ലെങ്ത് കേബിൾ. ആ കേബിളിലേക്ക് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നു. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനാണ് നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ടെർമിനേറ്റർ. അത് സിഗ്നൽ നഷ്ടപ്പെടാതെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ടെർമിനേറ്റർ. ഓക്കെ, ഇതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. കമ്പ്യൂട്ടർ കൊടുക്കുക, ഇവിടെ കണക്ഷൻ ഈ വയറിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇതിനെയാണ് ബസ് എന്ന് പറയുന്നത്. ഈ സെൻട്രലിലൂടെ ഈ സഞ്ചരിക്കുന്ന ഈ കേബിളിനെ പറയുന്നവരാണ് ബസ്. ഇതിലേക്ക് നമുക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. എത്ര കമ്പ്യൂട്ടർ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അത് ഡിസ്കണക്ട് ചെയ്യണമെങ്കിലും വളരെ എളുപ്പമാണ്. ഇത് വളരെ ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ, വളരെ ചിലവ് കുറവാണ്. പക്ഷേ ഏതെങ്കിലും ഒരു നോഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മറ്റൊരു നോഡിനെയും അത് അഫക്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഫോൾട്ട് ഡിറ്റക്ഷൻ. ഫോൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ടത് ബ്ലോക്ക് ആവും. വിൽ അഫക്ട് ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേബിള് കണക്ട് ചെയ്യുന്നത് ഇതിവിടെ മുട്ടിച്ചു വേണം നിങ്ങളിത് വരയ്ക്കാൻ. ഇത് ഫിഗറിനകത്തിൽ വന്ന ഒരു പ്രശ്നമാണ്. ഇത് റൗണ്ടായിട്ട് വരച്ചാണ്. റൗണ്ടായിട്ട് വരച്ചിട്ട് ഓരോ കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ഒരു റിംഗ് ഷേപ്പിലാണ് ഇതിൻ്റെ പോക്ക്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോഡ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ കണക്ഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. നമ്മൾ പുതിയൊരു കമ്പ്യൂട്ടർ ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ എൻഡ് കട്ട് ചെയ്യണം, പുതുതായിട്ട് കണക്ട് ചെയ്യുന്ന അപ്പുറത്തെ എൻഡ് കട്ട് ചെയ്യണം. അപ്പോൾ ആ രണ്ട് എൻഡ് കണക്ഷൻ വേണം പുതുതായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ബസ് ടോപ്പോളജിക്കാട്ടിൽ കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് ഒക്കെ വളരെ കുറച്ച് മതി, കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ ഏതെങ്കിലും ഒരു നോഡ് തകരാറിലായാലും, ഇപ്പോൾ ഈ ഒരു നോഡ് തകരാറിലായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സഞ്ചാരം വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി അടുത്തത് സ്റ്റാർ ടോപ്പോളജിയാണ്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുണ്ട്, നടുക്കൊരു കമ്പ്യൂട്ടറുണ്ട്. ആ കമ്പ്യൂട്ടറിൽ നിന്നാണ് എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കണക്ഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മെസ്സേജ് അയക്കണമെങ്കിൽ ഇവിടെ നിന്ന് മെസ്സേജ് ആദ്യം സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് അയക്കണം. സെൻട്രൽ കമ്പ്യൂട്ടർ എന്നിട്ട് ഏത് കമ്പ്യൂട്ടറിനാണോ കൊടുക്കേണ്ടത് അവിടേക്ക് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയും ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇവിടെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പോലും ഈ നെറ്റ്വർക്കിനെ ഇത് ബാധിക്കത്തില്ല. പക്ഷേ നമ്മളുടെ സെൻട്രൽ കമ്പ്യൂട്ടർ തന്നെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് മുഴുവൻ ഫെയിലായി പോകും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്ത നെറ്റ്വർക്കാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കേബിളിങ് ഇങ്ങനെ അറ്റം വരെ നിങ്ങൾ വരച്ചോണം. ഇത് കൺവേർട്ട് ചെയ്തപ്പോൾ പറ്റിയൊരു എററാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ ലെങ്തിലാണ് പരസ്പരം എല്ലാ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വഴി തടസ്സപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു കേബിൾ കട്ടാവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് വേറൊരു വഴിയിലൂടെ അപ്പുറത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത് ഒരുപാട് കേബിളിങ് വേണം, അതുകൊണ്ട് തന്നെ വളരെ ചിലവേറിയതാണ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്, ഏറ്റവും ശക്തമായ നെറ്റ്വർക്കാണ്. അപ്പോൾ നിങ്ങളോടിപ്പോൾ സ്കൂളിലെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലെ കമ്പ്യൂട്ടർ ആകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നത് സ്റ്റാർ ടോപ്പോളജി മതി. സ്റ്റാർ ടോപ്പോളജി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. അതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്, ഒരു ഡേറ്റ പോലും നഷ്ടപ്പെടരുത്, ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന കേസുകൾ വരികയാണെങ്കിൽ നമുക്ക് മെഷ് ടോപ്പോളജി തന്നെ ഉപയോഗിക്കണം. ചിലവ് വളരെ കൂടുതലായിരിക്കും.
സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റിങ്ങോ അല്ലെങ്കിൽ സ്റ്റാറോ ഉപയോഗിക്കാം. ഇനിയും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? അപ്പോൾ കമ്പ്യൂട്ടർ കുറേ ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങൾക്കറിയാം, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അത് നമ്മുടെ ബ്ലൂടൂത്ത് ആണ് അതിന് എക്സാമ്പിൾ. അതായത് ഒരു വളരെ കുറച്ച് ഏരിയ മാത്രം, ഒരു ഇൻഡിവിജ്വൽ ഏരിയ, ഇതിനെയാണ് പാൻ, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ഒരു ഏരിയ, അതായത് ഒരു കുറച്ച് കിലോമീറ്റർ, അതായത് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, ആ ഒരു ചുറ്റളവിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകളും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള, അതായത് ജോഗ്രഫിക്കലി വൈഡ് ഏരിയ, മൊത്തം സ്ഥലങ്ങളിലുള്ള കോണ്ടിനെന്റുകളും രാജ്യങ്ങളും തമ്മിൽ ഉള്ള കമ്പ്യൂട്ടറുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ബിഗസ്റ്റ് വാൻ ഇൻ എക്സിസ്റ്റൻസ് എന്നുള്ളതിൽ ഏറ്റവും വലിയ വാൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇനിയും അടുത്തത് ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ ക്ലാസിഫിക്കേഷൻ കൂടാതെ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമാണ്, പിയർ ടു പിയറും ക്ലയന്റ് സെർവറും. പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്, എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം ഒന്ന് സെർവറായിട്ടോ ചില സമയത്ത് അത് ക്ലയൻ്റായിട്ടും ആക്ട് ചെയ്യും. പക്ഷെ ക്ലയന്റ് സെർവർ എന്ന് പറയുമ്പോൾ അവിടെ ഒരെണ്ണം എപ്പോഴും സെർവറാണ്, സെർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ശക്തി കൂടിയ കമ്പ്യൂട്ടർ ആയിരിക്കും സെർവർ, താരതമ്യേന ശക്തി കുറഞ്ഞ കമ്പ്യൂട്ടറുകളായിരിക്കും ക്ലയന്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. പിയർ ടു പിയർ എന്ന് പറയുമ്പോൾ എല്ലാം തുല്യമായിട്ടുള്ള സ്റ്റാറ്റസാണ്. ക്ലയൻറ്റോ സെർവറോ എന്തായിട്ട് വേണമെങ്കിലും ആക്ട് ചെയ്യും. ക്ലയന്റ് സെർവറിൽ കുറച്ചെണ്ണം സെർവറുകളും കുറേ എണ്ണം ക്ലയൻറ്റും ആയിരിക്കും. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് ക്ലയൻറ്റിൻ്റെ ജോലി, സർവീസ് കൊടുക്കുന്നതാണ് സെർവറിൻ്റെ ജോലി. ഇനി ടൈപ്പ് ഓഫ് സെർവേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫയൽസ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഫയലുകൾ തരുന്ന കമ്പ്യൂട്ടറുകളെ പറയുന്ന പേരാണ് ഫയൽ സെർവർ. പ്രിന്റ് ചെയ്യാനുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രിന്റ് സെർവർ. വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റുകളിലേക്ക് വേണ്ട വെബ് പേജുകൾ തരുന്ന സെർവറാണ് വെബ് സെർവർ. ഡേറ്റാബേസ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, നിങ്ങൾ +1 ഒക്കെ അപേക്ഷിച്ചപ്പോൾ ഉള്ള വിവരങ്ങൾ മുഴുവൻ സൂക്ഷിച്ചിരുന്നത് ഒരു ഡേറ്റാബേസ് സെർവറിലാണ്. അതിൽ നിന്നാണ് നിങ്ങളുടെ ഡേറ്റ എല്ലാം എടുത്ത് തരുന്നത്. നമ്മൾ വെബ്സൈറ്റുകൾ എടുക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെർവറാണ് വെബ് സെർവർ. പ്രിന്റ് സർവീസുകൾ കൊടുക്കുന്ന സെർവറാണ് പ്രിന്റ് സെർവർ. ഫയലുകൾ സെർവ് ചെയ്യുന്നതാണ് ഫയൽ സെർവർ. ഇനി എന്താണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ എന്തൊക്കെ ഹാർഡ്വെയർ വേണം, എന്തൊക്കെ സോഫ്റ്റ്വെയർ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ വേണ്ടത് മോഡമാണ്. ഒരു കമ്പ്യൂട്ടർ വേണം, കമ്പ്യൂട്ടറിനോടൊപ്പം ഒരു മോഡം വേണം. അതിനുശേഷം ഒരു ടെലിഫോൺ കണക്ഷൻ അല്ലെങ്കിൽ ഒരു കേബിൾ കണക്ഷൻ വേണം. പിന്നെ ഒരു TCP/IP അക്കൗണ്ട് വേണം. ആരാണോ സർവീസ് തരുന്നത് ആ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് നമ്മളൊരു അക്കൗണ്ട് എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ, അതായത് ബ്രൗസർ, മെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഇങ്ങനെ ആവശ്യമുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇങ്ങനെ എന്ത് സോഫ്റ്റ്വെയറുകൾ വേണമെങ്കിൽ ആ സോഫ്റ്റ്വെയറുകളെല്ലാം അതിനോടൊപ്പം വേണം. ഇനി ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ഈ 3 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ നെറ്റ്വർക്ക് എന്നാണ് അർത്ഥം. ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകൾ, നെറ്റ്വർക്കുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതൊരു പബ്ലിക് നെറ്റ്വർക്കാണ്. ആർക്ക് വേണമെങ്കിലും അതിലേക്ക് കയറാം, ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ വ്യത്യസ്ത ഓഫീസുകളുടെ പരസ്പരം ഇൻട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഓഫീസ് ആവശ്യത്തിന്, ഓഫീസിൻ്റെ പരസ്പരം ബ്രാഞ്ചുകൾ, ഇപ്പോൾ ഡൽഹിയിൽ ഒരു ബ്രാഞ്ചുണ്ട്, ഒരു ബ്രാഞ്ച് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്.
എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പോലെ തന്നെയാണ്, പക്ഷേ അതിലെ കുറച്ച് ഭാഗം പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സിസ്റ്റമാണ് എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഇത് ആ ഡിഫറൻസ് മനസ്സിലാകണം. ഇനി എന്താണ് പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ്. നമ്മുടെ റോഡിൽ കുറേ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്ന പോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും നമ്മൾ ഡാറ്റ നഷ്ടപ്പെടാതെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ പാലിക്കണം. അത്തരം നിയമങ്ങളെ സെറ്റ് ഓഫ് റൂൾസ് ടു ബി ഫോളോഡ് ഇൻ നെറ്റ്വർക്ക്. റോഡിൽ നമ്മൾ പാലിക്കുന്ന പോലെ നമ്മൾ നെറ്റ്വർക്കിലും കുറച്ച് നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങളെ പറയുന്ന പേരാണ് പ്രോട്ടോകോൾസ്. അപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP/IP, അതായത് ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ് കേട്ടോ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ്. It is used to interconnect network devices on a local network and internet. When data is sent from one device to another, the data is broken into small packets. അപ്പോൾ ആകെയുള്ള നമ്മളുടെ ഡേറ്റയെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് മുറിക്കും. ആ പാക്കറ്റുകളാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പുറത്തെ എൻഡിൽ റിസീവ് ചെയ്യുമ്പോൾ ഈ പാക്കറ്റുകളെല്ലാം കൂടി അപ്പുറത്ത് എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോട്ടോകോളാണ് IP. അപ്പൊ TCPയും IPയും കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഡേറ്റ അപ്പുറത്ത് എത്തി എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇനി അടുത്ത വേറൊരു പ്രോട്ടോകോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക, സെർവർ അതിന് റെസ്പോൺസ് കൊടുക്കുക. സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഫോർ ട്രാൻസ്ഫറിങ് റിക്വസ്റ്റ് ഫ്രം ക്ലയന്റ് സൈഡ് ടു റിസീവ് റെസ്പോൺസ് ഫ്രം ദ സെർവർ സൈഡ്. സെർവർ സൈഡിൽ നിന്ന് റെസ്പോൺസ് റിസീവ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നതാണ് നമ്മളത് HTTP എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTML-ലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഇതാണ്. HTTP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ HTTPS എന്ന് പറയുന്നുണ്ട്. HTTPS എന്ന് പറഞ്ഞാൽ HTTP സെക്യൂർ എന്നാണ്, കുറച്ചും കൂടെ സെക്യൂർഡ് വേർഷനാണ് HTTPS എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP. നമ്മളുടെ കയ്യിലുള്ള ഒരു ഫയല് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് FTP. അതിന് എക്സാമ്പിൾ ഉണ്ട് ഫയൽസില്ല ക്യൂട്ട് FTP. ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫയൽ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന കുറേ ഫയൽ ക്ലയന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇനി അടുത്തത് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ നെയിം സെർവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ച് ബ്രൗസറിൽ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നമ്പറുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് IP അഡ്രസ് എന്ന് പറയുന്നത്. ആ വിവരം കിടക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ നമ്പർ, ഫോൺ നമ്പർ പോലുള്ളൊരു നമ്പർ, ആ IP അഡ്രസ്സ് തിരിച്ചു കൊടുക്കുന്ന സെർവറിനെ പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സെർവർ. ഇനി മീഡിയ ആക്സസ് കൺട്രോൾ MAC അഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. MAC അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എല്ലാ ഡിവൈസുകൾക്കും, എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകൾക്കും ഒരു അഡ്രസ്സ് കാണും, പെർമനൻ്റ് അഡ്രസ്സ് ഉണ്ട്. 12 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ പറയുന്ന പേരാണ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്, MAC അഡ്രസ് എന്ന് പറയുന്നത്. ഹാർഡ്വെയറിനുള്ള അഡ്രസ്സാണ് അത്, മാനുഫാക്ചറർ കൊടുക്കുന്ന നമ്പറാണ്. ഇനി IP അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IP അഡ്രസ് എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളുള്ള ഒരു ന്യൂമറിക് അഡ്രസ്സാണ്. അതിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 4 ഭാഗങ്ങളും ഡോട്ട് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗങ്ങളും ഓരോ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, അതിലെ എത്രാമത്തെ കമ്പ്യൂട്ടർ, അങ്ങനെ റെഫർ ചെയ്യുന്ന ഒരു സ്കീമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 പാർട്ട് ന്യൂമറിക് അഡ്രസ്സാണ്. ഇതിനെ പറയുന്ന പേരാണ് അഡ്രസ്, IP അഡ്രസ്. ഇനി IP അഡ്രസ്സ് തന്നെ 32 ബിറ്റ് ഉള്ളതുണ്ട്. 32 ബിറ്റ് ഉള്ളതിനെ നമ്മൾ IPv4 എന്ന് പറയുന്നു.
128 ബിറ്റുള്ള ടൈപ്പ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ IPv6 എന്ന് പറയും. അപ്പോൾ അത്രയും കൂടുതൽ ഡിവൈസ് തന്നെ അതിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും നമ്പറുകൾ കൂടുമ്പോൾ അത്രയും ഡിവൈസുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ISDN എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ വോയിസ്, വീഡിയോ, ടെക്സ്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം തന്നെ നമുക്ക് ഈ സർവീസുകളെല്ലാം കൂടെ ഒരേ സമയം തന്നെ നമുക്ക് വോയിസ് ട്രാൻസ്ഫർ ചെയ്യാം, വീഡിയോ ട്രാൻസ്ഫർ ചെയ്യാം, ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതെല്ലാം ഒരേ സമയം സാധ്യമാക്കുന്ന സർവീസാണ് ISDN എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇനി അടുത്ത ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇമെയിൽ? ഇമെയിൽ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണിക് മെയിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കലി അയക്കുന്ന മെസ്സേജുകളെ പറയുന്നതാണ് ഈ മെയിൽ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് വേണം. അപ്പോൾ അത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാം, വളരെ പെട്ടെന്ന് അവിടെ റിസീവ് ചെയ്യും, ചിലവ് വളരെ കുറവാണ്. ഡേറ്റ എന്തുതരം ഡേറ്റ വേണമെങ്കിലും നമുക്ക് അതിലൂടെ പാസ് ചെയ്യാം. പിക്ചറോ വീഡിയോയോ ഓഡിയോ ഫയലോ ടെക്സ്റ്റ് ഫയലോ ഡോക്യുമെൻ്റ് ഫയലോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് URL എന്ന് പറഞ്ഞാൽ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇറ്റ് ഈസ് അഡ്രസ് ഓഫ് ദ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റിനെ സൂചിപ്പിക്കുന്നതാണ് URL എന്ന് പറയുന്നത്. ഇപ്പോൾ www.dhckerala.gov.in അവിടുത്തെ മോഡൽ ക്വസ്റ്റ്യൻ .html എന്ന് പറയുന്ന ഒരു ഫയലാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഇതിനെ മുഴുവനും കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യുണീക്ക് അഡ്രസ്, ഇൻ്റർനെറ്റിലെ റിസോഴ്സുകൾ എടുക്കാൻ വേണ്ടിയുള്ള യുണീക്ക് അഡ്രസ്സിനെ പറയുന്ന പേരാണ് URL. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ, HTTP എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അത് ഏത് സെർവറിലാണോ ഈ ഡേറ്റ ഉള്ളത് അതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇനിയും ചിലപ്പോൾ കൺട്രി സ്പെസിഫിക് കോഡുകൾ അതിൻ്റെ കൂടെ കാണാം. അതായത് .in എന്ന് പറഞ്ഞാൽ ഇന്ത്യ, .us എന്ന് പറഞ്ഞാൽ അമേരിക്ക, .au ഓസ്ട്രേലിയ, അങ്ങനെ കോഡുകൾ നമുക്ക് അതിൻ്റെ കൂടെ കാണാം. അതുകൂടാതെ തന്നെ .com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റാണ്, .edu എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റാണ്. ഇങ്ങനെയുള്ള ചില എക്സ്റ്റൻഷനും അതിൻ്റെ കൂടെ വരാം. ഇനി സ്ലാഷ് കഴിഞ്ഞിട്ട് മോഡൽ ക്വസ്റ്റ്യൻ .html എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഫയൽ നെയിം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ഒരു അഡ്രസ്സ് വന്നിട്ട് ഇതിൻ്റെ ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് ദ URL എന്ന് ചോദിച്ചാൽ ഇത് പ്രോട്ടോകോൾ, ഇത്രയും ഭാഗം ഡൊമൈൻ, ഇത് ഫയൽ നെയിം, അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. അത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.